ഇവള് പണ്ട് എൻ്റെ പുറകെ നടന്നതാണെന്നും ഞാൻ കരണം നോക്കി ഒരെണ്ണം കൊടുത്തതാണെന്നും ഋതുവിനോട് പറയണോ? ശിവാമിയുടെ ജന്മസ്ഥലം എവിടെയാ? പാലക്കാടാണ് സാർ. എനിക്ക് നന്ദനയോട് മാത്രമായി ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഏയ്, അതൊന്നും വേണ്ട. അതെന്തിനാ നീ സംസാരിക്കുന്നേ? അവര് സംസാരിക്കട്ടെ ചേച്ചി, ഒരേ പ്രായക്കാരല്ലേ? ഇവിടെ നിന്ന് സംസാരിക്കാം. എവിടെയായാലും എനിക്ക് കുഴപ്പമില്ല ഋതികെ. ഞാൻ നന്ദനയോട് ഇത് പറയുന്നത് തന്നെ നന്ദന എന്നെ പോലൊരു പെൺകുട്ടി ആയതുകൊണ്ടാ. ഋതിക പറയൂ, ഞാൻ കേൾക്കാം. നന്ദന ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ അമ്മായിയുടെ മകനാണ് ഈ ദീപക് എന്നുള്ള കാര്യം അറിയാലോ? അറിയാം. അവനെക്കുറിച്ച് മോശം പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അതാ അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവൻ എൻ്റെ റിലേറ്റീവ് ആയിപ്പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ. നന്ദനയുടെ സങ്കല്പത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരന് കുറച്ച് നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഏതൊരു പെണ്ണും ആഗ്രഹിക്കും, ഇല്ലേ? അതെ. എന്നാ ഈ പറയുന്ന ഒരു സ്വഭാവ ഗുണങ്ങളും ഇല്ലാത്ത ഒരുത്തന് ഈ ദീപക്. സത്യം പറഞ്ഞ ഒരു ഫ്രോഡ്. അതാണവൻ. നിന്നെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? എന്താ രഹസ്യം? ഞാനും കൂടെ കേൾക്കട്ടെ. നിന്നെ കേൾപ്പിക്കാനല്ല ഞാൻ നന്ദനോട് ചില കാര്യങ്ങൾ പറയുന്നത്. നന്ദന അറിയാൻ വേണ്ടി തന്നെയാ. അല്ല, ഇവിടെ വെച്ചെന്താ? ഇതെന്റെ വീടാ. ഇവിടെ വെച്ച് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നീ ആരാ ചോദിക്കാൻ? നീ നിന്റെ കാര്യം നോക്കി പോടാ. എടി, ദീപകേട്ടാ, വെറുതെ വഴക്കുണ്ടാക്കാതെ ഞങ്ങള് സംസാരിക്കട്ടെ ദീപകേട്ടാ. പുള്ളി പോയി. അവൻ പുള്ളിയല്ല, വള്ളിയാ. താലിയെങ്ങാനും കെട്ടിപ്പോയാലേ വലിഞ്ഞു മുറുകി കൊല്ലാൻ പോകുന്ന വള്ളി. അവനീ കാണുന്ന ആളൊന്നും അല്ല. ഞാനതെങ്ങനെ പറയുന്നത്? അവന്റെ ചതയിൽ വീണ പെൺകുട്ടികളുടെ എണ്ണം കുറച്ചൊന്നുമല്ല. അത് മാത്രമല്ല, ഇവന്റെ കല്യാണം കഴിഞ്ഞതാ. അതില് ഒരു കുഞ്ഞുണ്ട്. അത് ഇവിടുത്തെ ഒരു ജോലിക്കാരിയായിരുന്നു. അവളെ ഇവൻ ചതിച്ചു. അല്പം മുൻപ് ആ കുട്ടി ഈ വീട് വിട്ട് പോയത്. കല്യാണം കഴിഞ്ഞ് ജീവിതകാലം മുഴുവൻ നന്ദന കരയാതിരിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ പറയുന്നത്.